ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പടമാണ് മദരാസി. ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് AR മുരുകദോസ് ആണ്, സ്റ്റാറിംഗ് ശിവകാർത്തികേയൻ. Now, ഈ പടത്തെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ചെറിയ രീതിയിലുള്ള സ്പോയിലേഴ്സ് ഉണ്ടാവും. ഈ സ്പോയിലേഴ്സ് ഇല്ലാണ്ട് ഈ പടത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇച്ചിരി പാടാണ്. സോ ഓൺ ടു ദ മൂവി. Now, ഈ പടത്തിന്റെ മെയിൻ പ്ലോട്ട് ലൈൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും കുറച്ച് ഗൺസ് തമിഴ്നാട്ടിലോട്ട് വരുന്നു. ഈ ഗണ്ണിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ NIA നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഈ പടത്തിന്റെ ഒരു ബേസിക് പ്ലോട്ട് ലൈൻ. ഈ ഫിലിമിന്റെ ഹീറോ നമ്മുടെ ഡയറക്ടറിനെ പോലെ തന്നെ ഭയങ്കര ഡിലൂഷനിലാണ്. ഇൻഫാക്ട് ഹീറോ മാത്രമല്ല, ഈ പടത്തിന്റെ അകത്തുള്ള 3 മെയിൻ ക്യാരക്ടേഴ്സും ഡിലൂഷനിലാണ്. ഇൻഫാക്ട് ഈ പടത്തിന്റെ അകത്ത് ആകെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു ഡിലൂഷണൽ പേഷ്യന്റ് നമ്മുടെ ശിവകാർത്തികേയന്റെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഈ പടത്തിന്റെ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ ഗൺസ് എല്ലാം ഒരു ഗ്യാസ് ആൻഡ് പെട്രോളിയം ഫാക്ടറിയിലോട്ട് മാറ്റും. ആൻഡ് നമ്മുടെ NIA മെയിൻ ലീഡായിട്ടുള്ള ബിജു മേനോൻ പറയുന്ന സജഷനാണ് നമുക്ക് ആ ഗ്യാസ് ഫാക്ടറി അങ്ങോട്ട് തകർക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഗൺസും തകരും. ഈ പ്ലാൻ അപ്രൂവ് ആവുകയും ചെയ്യും. ആ ഒരു ലെവൽ ഓഫ് ഡിലൂഷനിലാണ് ഈ ഒരു പടം പോകുന്നത്. അതിൻ്റെ മെയിൻ നടി നമ്മുടെ ശിവകാർത്തികേയനെ ഡിച്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ശിവകാർത്തികേയൻ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിർത്തും. ആ നല്ല കാര്യങ്ങൾ ചെയ്യൽ നിർത്താണ്ടിരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരത്തി ശിവകാർത്തികേയനെ ഡിച്ച് ചെയ്യുന്നത്. ഈ പടത്തിന്റെ ഒരു സെൻട്രൽ പ്ലോട്ടായിട്ട് വരുന്നതും ഈ ഒരു ലവ് സ്റ്റോറി തന്നെയാണ്. ഇൻഫാക്ട് ഈ പടത്തിന്റെ ഒരു കംപ്ലീറ്റ് മൊമെന്റം കളയുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ഒരു ലവ് സ്റ്റോറിയാണ്. ഈ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ലൊരു ഹൈ വോൾട്ടേജിലുള്ള ഒരു ആക്ഷൻ സീൻ വെച്ചിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. ഒരു ലോറി വരുന്നു, ആ ലോറിയുടെ ഒരു ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹൈ ഒക്ടേൻ ആക്ഷൻ സീനാണ് വരുന്നത്. ഈ ഹൈ ഒക്ടേൻ ആക്ഷൻ സീൻ പിന്നീട് നമ്മൾ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അതിനുശേഷം ശിവകാർത്തികേയന്റെ ഒരു ഇൻട്രോ സോങ് ഉണ്ട്. ഇറ്റ്സ് ഓൾ ഫൈൻ. ആ ഒരു ഹൈ ഒക്ടേൻ ആക്ഷൻ സീൻ ആയപ്പോൾ തന്നെ നമ്മൾ സെറ്റായി. പടം നല്ലൊരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കും എന്നുള്ളൊരു മൂഡ് സെറ്റായി. പക്ഷെ പിന്നീട് ഈ പടം താഴോട്ടുള്ളൊരു പോക്ക് പോയിട്ടുണ്ടല്ലോ. പിന്നെ ഈ പടം എവിടെയും ഇതാവുന്നില്ല, പൊങ്ങുന്നില്ല. ഒരു മൊമെന്റം വരുന്നൊരു സീൻ വരുമ്പോൾ ഈ ഇടയിൽ ഈ ഫ്ലാഷ് ബാക്ക് പോലെ ഈ ലവ് സ്റ്റോറി കയറുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഉരുളിക്ക് ഉപ്പേരി പോലെ കൺകൾച്ചർ തമിഴ്നാട്ടിൽ വരാൻ പാടില്ല, കൺകൾച്ചർ തമിഴ്നാട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഡയലോഗ്. ഇൻഫാക്ട് ഇതിൻ്റെ അകത്തൊരു ബീഹാറി അണ്ടർ കവർ ഓഫീസർ ഉണ്ട്. പുള്ളി നല്ല പക്കയായിട്ട് തമിഴൊക്കെ സംസാരിക്കും. പുള്ളി നമ്മുടെ വൺ ഓഫ് ദ ക്യാപ്റ്റൻ്റെ അടുത്ത് പുള്ളി പറയും, ബീഹാറിൽ സമാധാനം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി അവർ തമിഴ്നാടിനെയാണ് കാണിക്കാറുള്ളതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. മ്യൂസിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ അനിരുദ്ധിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണെന്നേ ഞാൻ പറയുള്ളൂ. പടത്തിന് ഒരു രീതിയിലുള്ള എലിവേഷനോ കേൾക്കാൻ കൊള്ളുന്ന ഒരു BGM ഒന്നും ഈ മൂവിയുടെ അകത്തില്ല. ഈ പടത്തിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ മൂവിയുടെ സിനിമാറ്റോഗ്രഫി ആയിരുന്നു. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് സുദീപ് എലമോനാണ്. ഓൾസോ ഇതിന്റെ ആക്ഷൻ കോറിയോഗ്രഫി നല്ലതായിരുന്നു. ഇതിന്റെ അകത്ത് വില്ലൻ ക്യാരക്ടേഴ്സ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് നമ്മുടെ വിദ്യുത് ജംവാലും പിന്നെ ഷബീർ കല്ലറയ്ക്കലുമാണ്, നമ്മുടെ സർപ്പട്ട പരമ്പരയിലെ ഡാൻസിങ് റോസ്. ഇവർ രണ്ടുപേരും അത്യാവശ്യം ഒരു വില്ലൻ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ട്രെയിലർ കണ്ട സമയത്ത് പലരും പറഞ്ഞിരുന്നത് ഇത് ശിവകാർത്തികേയന്റെ തുപ്പാക്കി ആയിരിക്കും എന്നാണ്. കാരണം തുപ്പാക്കിയിൽ എനിക്കൊരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വിദ്യുത് ജംവാലിന്റെ ക്യാരക്ടറിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. പുള്ളിയുടെ ആ ഒരു കാലിബർ ഒന്നും കംപ്ലീറ്റ്ലി നമ്മുടെ തുപ്പാക്കിയിൽ യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യെസ്, പുള്ളിയുടെ ആ വില്ലൻ ക്യാരക്ടർ പക്കയായിട്ട് ഹാൻഡിൽ ചെയ്തു. ബട്ട് പുള്ളിയുടെ ആ ഒരു മാർഷൽ ആർട്ട് സ്കിൽസും കാര്യങ്ങളൊന്നും പുള്ളി ഹാൻഡിൽ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ടേക്ക് ഓവർ ചെയ്തിട്ട് അതിന് ആ ഒരു നെഗറ്റീവ്സ് ഒക്കെ മാറ്റിയിട്ട് ഈ ഫിലിമിൻ്റെ അകത്ത് പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദെൻ ഈ പടം നമ്മുടെ തുപ്പാക്കിയുടെ ആ ലെവലിലൊട്ടും എത്തിയിട്ടില്ല. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പടം അവരൊരു പക്ക ആക്ഷൻ ത്രില്ലറായിട്ട് തന്നെ കീപ്പ് ചെയ്യണമായിരുന്നു. ഇതിന്റെ ഇടയിൽ ഇവര് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഈ ഒരു ലവ് സ്റ്റോറി ട്രാക്ക് വല്ലാണ്ട് ഈ പടത്തിന് ഓഫ് ട്രാക്ക് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലവ് സ്റ്റോറി ട്രാക്ക് തന്നെ വളരെ ഒരു ക്രിഞ്ച് ഫീലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഈ ഒരു ലവ് സ്റ്റോറി ട്രാക്കിൽ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് ഓൺവേർഡ്സ് ഒരു അത്യാവശ്യം നല്ലൊരു ഹൈ ഒക്ടേൻ വീണ്ടും ഒരു ആക്ഷൻ ത്രില്ലർ ഫേസിലോട്ട് ഈ പടം പോകും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആണെങ്കിലും അതിലും നല്ല ഡ്രാഗ് ആയിരുന്നു. ഇൻഫാക്ട് ഈ പടം എന്താ കഴിയാത്തേ എന്ന് തോന്നിപ്പോയി. ഇതിൻ്റെ ചില സീനുകളൊക്കെ നമ്മുടെ ലോജിക്കിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സീൻ. സോ ഇതിൻ്റെ അകത്ത് NIA ഡാർക്ക് ഹൗസ് ഉണ്ട്. ഈ NIA ഡാർക്ക് ഹൗസിലോട്ട് നമ്മുടെ ശിവകാർത്തികേയന്റെ രഘുരാം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓട്ടോയൊക്കെ പിടിച്ച് വരുന്നുണ്ട്.
മദ്രാസി എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഇൻഫാക്ട് ഞാൻ എ ആർ മുരുകദോസിന് ഒരു കമ്പാക്ക് ആയിരുന്നു മദ്രാസി എന്ന് പറഞ്ഞ ഫിലിം എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇത് ഭയങ്കര പൂർലി ലിട്ടൺ, ഭയങ്കര പൂർലി എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻഫാക്ട് ഈ പടം എഴുതിയിരിക്കുന്നതും എ ആർ മുരുകദോസ് ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എ ആർ മുരുകദോസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫസ്റ്റ് ഹാഫ് സിൻഡ്രം അല്ല, ഒരു ഫസ്റ്റ് സീൻ സിൻഡ്രം ആണ്. ഈ ഫസ്റ്റ് ഹാഫ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങുന്ന മിക്ക പടത്തിന്റെയും ഫസ്റ്റ് ഹാഫ് നല്ല ഹൈപ്പിൽ, ഇന്റർവെല്ല് വരെ നല്ല ഹൈപ്പിൽ നിൽക്കും. അതിന്റെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഡ്രോപ്പ് ആവും. ഈ എ ആർ മുരുകദോസിന്റെ പടങ്ങളിൽ ഇപ്പൊ എല്ലാം ഫസ്റ്റ് സീൻ ഇപ്പൊ സൂപ്പർ ആയിരിക്കും, പിന്നീട് അത് കഴിഞ്ഞ് ടൈറ്റിൽ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പടം ഒരു താഴോട്ടൊരു കുതിപ്പാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സിക്കന്ദർ. സിക്കന്ദറിന്റെ ഒക്കെ ഇനിഷ്യൽ പ്ലെയിനിലെ ഫൈറ്റ് സീനൊക്കെ നൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് ദെൻ അത് കഴിഞ്ഞ് പിന്നെ ആ പടം കണ്ടവരെ സമ്മതിക്കണം. ഇത് തന്നെയാണ് മദ്രാസിയുടെയും പ്രശ്നം. ഫസ്റ്റ് സീനൊക്കെ നല്ല ഹൈ ഒക്ടേൻ ആയിട്ട് കൊണ്ടുപോയി, ആൻഡ് സെക്കൻഡ് പിന്നീട് പടം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഭയങ്കര അലമ്പാക്കി കളഞ്ഞു. സോ ദാറ്റ്സ് മദ്രാസി ഫോർ യു. ടേക്ക് കെയർ.